മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയുടെ വിശദാംശങ്ങൾ തേടുകയാണ്. മുതിർന്ന CPM നേതാവ് ജി സുധാകരൻ പാർട്ടി വിട്ടു. അമ്പലപ്പുഴയിൽ സ്വതന്ത്രനായി മത്സരിക്കും. MM മണി, സജി ചെറിയാൻ, എളമരം കരീം ഉൾപ്പെടെയുള്ള നേതാക്കൾക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച ശേഷമായിരുന്നു സുധാകരന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം. സർക്കാരിനെതിരെ ഒന്നും പറയില്ലെന്നും രാഷ്ട്രീയം മാത്രമായിരിക്കും സംസാരിക്കുകയെന്നും സുധാകരൻ പറഞ്ഞു. പിന്തുണക്കായി ആരെയും കണ്ടിട്ടില്ലെന്നും സുധാകരൻ കൂട്ടിച്ചേർത്തു. സ്വതന്ത്രനായി ഈ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ മണ്ഡലത്തിൽ മത്സരിക്കാൻ ഉദ്ദേശിക്കുന്നു. അങ്ങനെ പറയുമ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ ഒന്നും പറയില്ല, ഒരാളെയും വ്യക്തിഗത ചെയ്യില്ല. എന്നെ വ്യക്തിഗത ചെയ്താൽ അവരെ ജനങ്ങളിലൂടെ അവർ കിട്ടിക്കൊള്ളു. അത് പറഞ്ഞ മണി ഇടുക്കിയിലെ ഷോ ഇവരെന്തിനാ ഇങ്ങനെ അഭിപ്രായം പറയുന്നത്? ഇവരെ ആരും ചുമതലപ്പെടുത്തും. അങ്ങക്കെതിരായി അന്വേഷണ കമ്മിറ്റി റിപ്പോർട്ടിലെ എളമരം കരീമിനെതിരെയാണ് അതിരൂക്ഷമായ വിമർശനം അങ്ങ് ഉന്നയിക്കുന്നത്. അത് ബോധപൂർവം എളമരം കരീം വ്യക്തിപരമായി തന്നെ തകർക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് വിശ്വസിക്കുന്നത്. ഒന്നും അതേപ്പറ്റി കൂടുതൽ പറയാറുള്ളത് ജില്ലയുടെ നേതൃത്വം സജി ചെറിയാനാണ്. ഇപ്പോ ജില്ലയുടെ നേതൃത്വം സജി ചെറിയാനാണ്. അദ്ദേഹത്തോട് ഈ വിഷയങ്ങൾ സൂചിപ്പിച്ചിരുന്നു. അദ്ദേഹം എന്തെങ്കിലും ഇടപെടൽ നടത്തിയതായി തോന്നിയിട്ടുണ്ടോ? അദ്ദേഹത്തോട് ഞാൻ അല്ല, ഈ സൈബർ ആക്രമണങ്ങളെ സംബന്ധിച്ചും പാർട്ടി പരിപാടികളിൽ പങ്കെടുപ്പ് കാരണം അതിന് സജി ചെറിയാനോട് സൈബറിനെ പറ്റി പറഞ്ഞിരുന്ന കാര്യം അദ്ദേഹം തന്നെയാണ് സൈബറല്ലേ. പിന്തുണ സ്വീകരിക്കാനായിട്ട് ഒന്നും തീരുമാനിച്ചിട്ടില്ല. ഞാനിപ്പോൾ ആരുടെയും പിന്തുണയ്ക്ക് പോയിട്ടില്ല. ഒരാളുടെയും പിന്തുണ ഒരാളുടെ സ്ഥാനാർത്ഥിയുടെ സ്വതന്ത്രമാണ്. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ KR സാജു, ഒപ്പം വിജൻ വായാന്തോട്, സുനിൽ ഐസക് എന്നിവർ തിരുവനന്തപുരത്ത് നിന്ന്. ആദ്യം KR സാജുവിലേക്ക്. സാജു, 60 വർഷത്തെ രാഷ്ട്രീയ പാർട്ടി ബന്ധം അവസാനിപ്പിക്കുകയാണ് ജി സുധാകരൻ. കേരളത്തിലെ തന്നെ, സംസ്ഥാനത്തെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാൾ. ഇന്നിപ്പോൾ പ്രസ് മീറ്റ് വിളിക്കുമ്പോൾ പോലും അദ്ദേഹം പാർട്ടി വിടാനോ അല്ലെങ്കിൽ വലിയ ചുടുകാടടക്കമുള്ള മണ്ണിൽ പാർട്ടിക്കെതിരെ ഒരു അംഗത്തിനിറങ്ങാനോ സാധ്യതയില്ല എന്നായിരുന്നു പല കേന്ദ്രങ്ങൾ വിലയിരുത്തിയത്. കാരണം ഈ അവസാന കാലത്ത് അങ്ങനെ ഒരു ശ്രമത്തിന് ജി സുധാകരനെ പോലെ ഒരാൾ മുതിരുമോ എന്ന തോന്നലായിരുന്നു അതിന് പ്രേരിപ്പിച്ചത്. പക്ഷേ എല്ലാം അസ്ഥാനത്താക്കിക്കൊണ്ടിതാ ജി സുധാകരൻ അംഗത്തിനിറങ്ങുകയാണ്. അതും അമ്പലപ്പുഴയിൽ പാർട്ടി നേതൃത്വത്തെ മുഴുവൻ വെല്ലുവിളിച്ചുകൊണ്ട്. അങ്ങനെ ഒരു നീക്കത്തിലേക്ക് ഏറ്റവും ഒടുവിൽ സുധാകരൻ എത്തിയത് എങ്ങനെയാണ് സാജു? സൈഫുദ്ദീൻ 1967 വിദ്യാർത്ഥി കാലത്ത് തന്നെ പാർട്ടി അംഗത്വം സ്വീകരിച്ച CPIM-ൽ അംഗമായ ആളാണ് ജി സുധാകരൻ. ആ ജി സുധാകരൻ SFIയുടെ പ്രഥമ സംസ്ഥാന പ്രസിഡന്റായി അടക്കം മുന്നോട്ട് പോയിട്ടുള്ള ജി സുധാകരൻ പാർട്ടിയിൽ നിന്നും വിട പറയാൻ അദ്ദേഹം വളരെ കൃത്യമായ ചില കാരണങ്ങൾ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ നിരത്തുന്നുണ്ട്. ആദ്യം ഈ വാർത്താ സമ്മേളനത്തിന്റെ വിശദാംശങ്ങളിലേക്ക് പോയാൽ, ആ വാർത്താ സമ്മേളനം തുടങ്ങിയത് തന്നെ പാർട്ടിയുടെ നയനിലപാടുകൾ താൻ തള്ളിപ്പറയില്ലെന്നും ആദർശം ഉപേക്ഷിക്കില്ലെന്നും ഒരു മുന്നണിയിലും ചേരില്ല എന്നത് അടക്കമുള്ള വളരെ സുപ്രധാനമായ ചില പ്രഖ്യാപനങ്ങൾ നടത്തിയതിനു ശേഷമാണ്. എന്നിട്ട് പറയുന്നുണ്ട് ആരെയും താൻ വ്യക്തിഹത്യ ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞു തുടങ്ങി. ആയിരക്കണക്കിന് പാർട്ടി പ്രവർത്തകർക്ക് ജോലി കൊടുത്തതിൻ്റെയും അതുപോലെ തന്നെ റോസാപ്പൂ വിരിച്ച പാതയിലൂടെയല്ല വന്നത് എന്നതടക്കമുള്ള തൻ്റെ ജീവിതത്തിലെ, തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഉടനീളം നേരിടേണ്ടി വന്ന കാര്യങ്ങളും താൻ പാർട്ടിക്ക് വേണ്ടി അനുഭവിച്ചതടക്കമുള്ളത് വിശദീകരിച്ച ശേഷമാണ് പാർട്ടി തന്നോട് ഇക്കാലത്ത് അടുത്ത കാലത്തായി നീതി പുലർത്തുന്നില്ല എന്ന അദ്ദേഹത്തിന്റെ പരിഭവത്തിലേക്ക് കടക്കുകയും അത് വിശദീകരിക്കുകയും ചെയ്തത്. അതിൽ അദ്ദേഹം ആ പാർട്ടി രഹസ്യങ്ങൾ അടക്കം ഒന്നും താൻ ഇനിയും പുറത്തു പറയില്ല എന്നതടക്കമുള്ള ഉറപ്പുകൾ തന്നെ വിശ്വസിക്കുന്നവർക്ക്, തന്റെ അണികൾക്ക് മുന്നിൽ വെച്ചുകൊണ്ടാണ് മറ്റു വിമർശനങ്ങളിലേക്ക് കടന്നത്. പാർട്ടിയിൽ പൊളിറ്റിക്കൽ ക്രിമിനലുകളെ പാർട്ടി കൊണ്ടു നടക്കുകയാണ് എന്ന ഗുരുതരമായ ആരോപണം ഉന്നയിക്കുന്നു. അത്തരം പൊളിറ്റിക്കൽ ക്രിമിനലുകളാണ് സൈബർ ആക്രമണം തനിക്കും കുടുംബത്തിനുമെതിരെ നടത്തുന്നത്. തന്റെ പിതാവ് അടക്കമുള്ളവർക്കെതിരെ, തന്റെ പിതാവിനെ കുറിച്ച് പോലും തന്റെ അച്ഛനെ കുറിച്ച് പോലും അപമാനിക്കുന്ന രീതിയിൽ പറയുന്നു. തന്റെ രക്തസാക്ഷിയായ സഹോദരനെ കൂടി പാർട്ടി സൈബറുകൾ ആക്രമിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ, അവരെയെല്ലാം അപമാനിച്ചു എന്നതടക്കമുള്ള വ്യക്തിപരമായ ദുഃഖങ്ങൾ പങ്കുവെച്ചു കൊണ്ടുപോകുന്നു. തുടർന്ന് സജി ചെറിയാൻ
ചെറിയാനെതിരെയായിരുന്നു ആദ്യത്തെ വിമർശനം. അത് സജി ചെറിയാന്റെ പേര് പറയാതെ കുന്തവും കൊടച്ചക്രവും പോലുള്ള ഭാഷ വിമർശനങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതല്ല എന്ന് പറയുന്നു. അത് സജി ചെറിയാൻ മുമ്പ് പ്രയോഗിച്ചിട്ടുള്ള ഒരു പ്രയോഗമായിരുന്നു. ഒപ്പം തന്നെ പിന്നീട് എളമരം കരീമിനെ കുറിച്ച് പറയുന്നു. കരീമിക്ക എന്ന രീതിയിൽ പോസ്റ്ററുകൾ പ്രദർശിപ്പിച്ചു. അങ്ങനെ താൻ സെക്കുലർ മുസ്ലിമാണ് എന്ന രീതിയിൽ അവതരിപ്പിക്കാൻ സ്വയം ശ്രമിച്ചു എന്നതടക്കമുള്ള വിമർശനങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടാണ് അദ്ദേഹം പിന്നീട് പാർട്ടിയോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നത്. നിങ്ങൾ സ്ഥാനം ഉപയോഗിച്ച് ഇത്രയൊക്കെ സ്ഥാനങ്ങൾ കിട്ടിയില്ലേ എന്ന ചോദ്യം ഉയർത്തുന്നവർക്കുള്ള മറുപടി കൂടി ജി സുധാകരൻ വാർത്താ സമ്മേളനത്തിൽ നൽകുന്നുണ്ട്. നിങ്ങൾ സ്ഥാനം ഉപയോഗിച്ച് ജനങ്ങൾക്ക് എന്ത് ചെയ്തു എന്നാണ് പ്രധാന ചോദ്യം, അല്ലാതെ എത്ര തവണയായി എന്നതല്ല. എന്നോട് ഈ ചോദ്യം ചോദിക്കുന്നവർ തോമസ് ഐസക്കിനോട് ഈ ചോദ്യം ചോദിക്കുന്നില്ലല്ലോ എന്നുകൂടിയുള്ള കുത്തുകൂടി അവിടെ ജി സുധാകരൻ വാർത്താ സമ്മേളനത്തിൽ നടത്തുന്നുണ്ട്. തന്നെ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാത്തതല്ല പ്രശ്നം എന്നതടക്കം പറഞ്ഞുകൊണ്ടാണ് താൻ പാർട്ടിയുടെ ശത്രുവല്ല എന്നൊക്കെ വാദിച്ചും വിശദീകരിച്ചതിനും ശേഷമാണ് തനിക്കെതിരെ നടന്ന ഇക്കാര്യത്തിലുള്ള പാർട്ടിയുടെ നിലപാടിലും മറ്റും പ്രതിഷേധിച്ചുകൊണ്ട് താൻ സ്വതന്ത്രനായി അമ്പലപ്പുഴയിൽ പാർട്ടിയുടെ മണ്ണിൽ മത്സരിക്കുമെന്ന പ്രഖ്യാപനം ജി സുധാകരൻ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ നടത്തിയിരിക്കുന്നത്. സൈഫുദ്ദീൻ, വളരെ പ്രധാനപ്പെട്ടതാണ്. അമ്പലപ്പുഴയിൽ തന്നെ പാർട്ടിയെ വെല്ലുവിളിച്ചുകൊണ്ട് നേരത്തെ സൈഫുദ്ദീൻ സൂചിപ്പിച്ചതുപോലെ വലിയ ചുടുകാട് പോലുള്ള വൈകാരികമായ പശ്ചാത്തലങ്ങൾ അടങ്ങുന്ന ഒരു മണ്ഡലമാണ് അമ്പലപ്പുഴ. ആ അമ്പലപ്പുഴയിലാണ് പാർട്ടിയെ വെല്ലുവിളിച്ചുകൊണ്ട് ജി സുധാകരൻ ഏതായാലും സ്വതന്ത്രനായി മത്സരിക്കുമെന്ന തീരുമാനം പ്രഖ്യാപിച്ചത്. ഇന്നലെ മുഖ്യമന്ത്രി അടക്കമുള്ളവർ അനുനയ നീക്കങ്ങൾ നടത്തിയിരുന്നു. ആ നീക്കങ്ങളൊക്കെ അപ്പാടെ തള്ളിക്കൊണ്ടാണ് ജി സുധാകരൻ തന്റെ 6 പതിറ്റാണ്ട് കാലത്തെ CPIM ബന്ധത്തിന് പൂർണ്ണ വിരാമമിടുന്നത്. സൈഫുദ്ദീൻ, യെസ്, എന്തായാലും തെരഞ്ഞെടുപ്പ് മുഖത്ത് ജി സുധാകരൻ നീക്കം CPM-നെയും LDF-നെയും എത്ര കണ്ട് പ്രതിസന്ധിയിലാക്കുന്നു എന്നതുകൂടി നോക്കണം നമുക്ക്.